മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 74-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5-ാമത്തെ ശ്ലോകം. കുബ്ജാമബ്ജവിലോചനം പഥി പുനർദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദസ്തസ്യാമഹാന്തം ഹൃദി ചിത്തസ്ഥാമൃദുതാമഥ പ്രഥയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താമുദനയസ്താവത് ജഗത് സുന്ദരീം. വെളുത്തേടൻ്റെ കഥ പറഞ്ഞു, നെയ്ത്തുകാരൻ്റെ കഥ പറഞ്ഞു, മാലാകാരൻ്റെ കഥ പറഞ്ഞു. അങ്ങനെ 3 അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ മധുരയിലുള്ളതായ ആ രാജപഥത്തിൽ നടത്തിയതായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും കൂടിയും കാര്യമായിട്ട് വളരെ അത്ഭുതകരമായിട്ടുള്ള മറ്റൊന്നും കൂടിയും പറയുകയാണ്. കുബ്ജാം, ഒരു കുബ്ജ എന്ന് വെച്ചാൽ കൂനലുള്ളതായിട്ടുള്ള സ്ത്രീ ആണ് കുബ്ജ. ഒരു ത്രിവക്ര എന്നൊക്കെയാണ് പേര് പറയണത്. പിന്നെ ത്രിവക്ര എന്ന പേരായിട്ട് കൂനലുള്ളതായിട്ടുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയെ കുബ്ജാം അബ്ജവിലോചനാം, ദേഹത്ത് കൂനലുണ്ടെങ്കിലും മുഖത്തിന് നല്ല സൗന്ദര്യമാണ്. അബ്ജവിലോചനം, താമര ഇതള് പോലെയുള്ളതായിട്ടുള്ള താമരയുടെ ഇതള് അതുപോലെയുള്ളതായിട്ടുള്ള മനോഹരമായ നേത്രങ്ങളോടുകൂടിയ അബ്ജവിലോചന. അബ്ജം എന്ന് വെച്ചാൽ താമര എന്നാണ് അർത്ഥമെങ്കിലും സാധാരണയായിട്ട് താമര പോലെയുള്ള കണ്ണെന്ന് പറഞ്ഞാൽ ഇതളിൻ്റെ മനോഹാരിതയാണ് പറയാറ്. നീണ്ട അറ്റം ഇതായിട്ടുള്ളതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കണ്ണുകൾ, വിശാലമായിട്ടുള്ള കണ്ണുകൾ, അതിനെയാണ് അബ്ജവിലോചനം എന്ന് പറയാറുള്ളത്. അപ്പം അങ്ങനെ അബ്ജവിലോചനം, അബ്ജം പോലെയുള്ള താമര ഇതള് പോലെയുള്ള മനോഹരങ്ങളായ കണ്ണുകളുള്ള ഒരു കുബ്ജയെ, അവൾ പക്ഷേ മുഖത്ത് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാലും ദേഹം കുബ്ജയായിട്ടായിരുന്നു, കൂനിയായിട്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ദേഹം കൂനും കൊണ്ടാണ് എന്ന് പറയണം. കുബ്ജാം അബ്ജവിലോചനം പഥി, അവളെ പഥി വഴിയിൽ രാജപഥത്തിൽ തന്നെ ദൃഷ്ട്വാ കണ്ടിട്ട്, പുനഃ ആദ്യത്തേക്ക് എടുക്കും, പുനഃ വീണ്ടും, അതായത് ഈ 3-നും ശേഷം ഇവരെ 3 പേരെ ആദ്യം രചകനെ, പിന്നെ വായകനെ, പിന്നെ മാലാകാരനെ, ഇവരെ 3 പേരെയും 2 മോക്ഷം കൊടുത്തു, മറ്റേ ആൾക്ക് സമ്പത്തും ഒക്കെ കൊടുത്തു. അതിന് ശേഷം ഈ പുനഃ എന്നുള്ളത് പിന്നീട്, വീണ്ടും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. പുനഃ ദൃഷ്ടുവാ കണ്ടിട്ട്, അതായത് അതിന് ശേഷമാണ് ഒരു കുബ്ജയെ വഴിയിൽ കണ്ടത് എന്ന് പറയുന്നത്. സുന്ദരിയായിട്ടുള്ള മുഖത്ത് നല്ല സൗന്ദര്യമുള്ളതായിട്ടുള്ള ഒരു കുബ്ജയെ വഴിയിൽ കണ്ടു. അവൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് രാജാവിനുള്ളതായിട്ടുള്ള കുറിക്കൂട്ട് കൊണ്ടുപോകുന്ന സ്ത്രീയാണ് അവർ എന്നാണ് പറയണത്. ദൃഷ്ടുവാ അംഗരാഗേ തയാ ദത്തേ, തയാ അംഗരാഗേ ദത്തേ. അപ്പോൾ ആ കുബ്ജയ്ക്ക് കൃഷ്ണനെ കണ്ടപ്പോൾ, അത് സുന്ദരനായിട്ടുള്ള ആ കൃഷ്ണനെ കണ്ടപ്പോൾ നല്ല കുറിക്കൂട്ടൊക്കെ ഉണ്ട് തൻ്റെ കയ്യിൽ, അത് കൊടുക്കാം എന്ന് തോന്നി അതങ്ങനെ കൊടുത്തു എന്നാണ്. ഭഗവാന് അണിയാനായിട്ട് ചന്ദനാദികളായിട്ടുള്ള കുറിക്കൂട്ടുകളൊക്കെ രാജാവിന് വേണ്ടി കൊണ്ടുപോകണതാണെങ്കിലും അതൊന്ന് കുറച്ചെടുത്ത് ഭഗവാന് കൊടുത്തു എന്നാണ്. പഥി പുനർദൃഷ്ടുവ കണ്ടിട്ട്, അംഗരാഗേ തയാ ദത്തേ, തയാ അംഗരാഗേ ദത്തേ, അവളാൽ, തയാ അവളാൽ, അംഗരാഗേ ദത്തേ അംഗരാഗം നൽകപ്പെട്ടപ്പോൾ. അംഗരാഗം എന്ന് വെച്ചാൽ കുറിക്കൂട്ട്, ചന്ദനാദികളായിട്ടുള്ള കുറിക്കൂട്ടുകളെയാണ് പറയണത് അംഗരാഗം എന്ന്. അവൾ ആ കുബ്ജ കൂനി അംഗരാഗം ഭഗവാന് കൊടുത്തു. അപ്പോൾ അംഗരാഗേ ദത്തേ, അംഗരാഗം നൽകപ്പെട്ടപ്പോൾ, തസ്യാഹ മഹാന്തം ഹൃദി ചിത്ത ദത്തേ സാധുകിലാംഗരാഗമദദാസ്തസ്യാ മഹാന്തം ഹൃദി, തസ്യാഹ ഹൃദി അവളുടെ ഹൃദയത്തിൽ, തസ്യാഹ അവളുടെ, തസ്യാഹ ഹൃദി അവളുടെ മനസ്സിൽ, ഹൃദയത്തിൽ, മഹാന്തം മഹാന്തം രാഗം അധൃത, ദത്തേ സാധുകിലാംഗരാഗം അദദാഹ, തസ്യാഹ ഹൃദി മഹാന്തം രാഗം അദധാഹ. അവിടെ ആ അംഗരാഗം എന്നുള്ളത് 2 വാക്കാണ്. അംഗ എന്നുള്ളത് സംബോധനയാണ്, ഭഗവാനുള്ളതായിട്ടുള്ള സംബോധനയായിട്ടാണ് അംഗ എന്നുള്ളത്. മഹാന്തം രാഗം അദധാഹ, മഹത്തായിട്ടുള്ള രാഗത്തെ അദദാഹ നൽകി. അദദാസ്തസ്യാ മഹാന്തം ഹൃദി, തസ്യാഹ ഹൃദി
അവളുടെ ഹൃദയത്തിൽ മഹാന്തം രാഗം അതദാഹ, മഹാന്തമായ മഹത്തായിട്ടുള്ള രാഗത്തെ, അനുരാഗത്തെ അതദാഹ നൽകി, രാഗത്തെ ഉണ്ടാക്കി. അവളുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ളതായിട്ടുള്ള അനുരാഗം ഉണ്ടായി എന്നാണ് പറയണത്. അതായത് തൻ്റെ സൗന്ദര്യ കൂന് ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ടപ്പോൾ തന്നെ ഭഗവാനോ ആ അംഗരാഗം മേടിച്ചപ്പോൾ അവളുടെ ഹൃദയത്തിലും രാഗം ഉണ്ടാക്കി, അനുരാഗം ഉണ്ടാക്കി ഭഗവാൻ എന്നാണ് പറയണത്. ഇനി ആ അനുരാഗം ഉണ്ടാക്കാനായിട്ട് ഒരു കാരണം കൂടി ഉണ്ടായി. എന്താണ് എന്ന് വെച്ചാൽ ചിത്തസ്ഥാം ഋജുതാം പ്രഥയിതും അഥ അനന്തരം ചിത്തസ്ഥാം ഋജുതാം, അവളുടെ ചിത്തസ്ഥമായ, ചിത്തത്തിലുള്ളതായ, മനസ്സിൽ ഉള്ളതായ, സ്ഥിതി ചെയ്യുന്നതായ ചിത്തസ്ഥാം, ചിത്തത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ചിത്തത്തിലുള്ളതായ, മനസ്സിലുള്ളതായ, ഹൃദയത്തിലുള്ളതായ ഋജുത. ഋജുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേർവഴി, അതായത് കളവൊന്നുമില്ല, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയം. ആ ഋജുത പ്രഥയിതും, ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഋജുതയെ പ്രഥയിതും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അത് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്, പക്ഷെ അതിനെ ഒന്ന് പുറത്തേക്ക് കൂടി കൊണ്ടുവരണം എന്ന് കാണത്തക്കവണ്ണം ആക്കണം എന്ന് കരുതിയിട്ട് പ്രഥയിതും പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയിട്ട്, ചിത്തസ്ഥാം ഋജുതാം പ്രഥയിതും, അവളുടെ ആ ചിത്തസ്ഥമായ ഋജുതയെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി താം ഗൃഹൻ, അവളെ പിടിച്ചിട്ട് എങ്ങനെയാണ് ചിത്തസ്ഥാം ഋജുതാമഥ പ്രഥയിതും ഗാത്രേ അപി തസ്യാഹ ഗാത്രേ അപി ചിത്തസ്ഥാം ഋജുതാം പ്രഥയിതും. അപ്പോൾ അവിടെ ഈ ചിത്തസ്ഥമായിട്ടുള്ള ഋജുതയെ ഗാത്രത്തിലും ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട്, ഗാത്രേ അപി, ഗാത്രത്തിൽ പോലും, ഗാത്രം ശരീരം, മനസ്സിൽ മാത്രം പോരാ ആ ഋജുത, അത് ശരീരത്തിലും കൂടി വേണം എന്ന് അത് പ്രത്യക്ഷമാക്കി കാണിക്കണം ശരീരത്തിൽ കൂടി എന്ന് കരുതിയിട്ട് ഗാത്രേ അപി പ്രഥയിതും, ഗാത്രത്തിലും അത് പ്രകാശമാക്കുവാൻ വേണ്ടി, പ്രഥയിതും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്, പ്രസിദ്ധമാക്കുവാൻ വേണ്ടി, വെളിപ്പെടുത്താൻ വേണ്ടി തസ്യാഹ താം, അവളെ, തസ്യാഹ ഗാത്രേന്ന് അവിടേക്കാണ് അന്വയിക്കുക. പിന്നെ ഗാത്രേ അപി തസ്യാഹ സ്ഫുടം ഗൃഹൻ മഞ്ജു കരേണ തൻ്റെ കൈകൊണ്ട് മഞ്ജു ഗൃഹൻ, താം ഗൃഹൻ, മഞ്ജു, അത് വളരെ പതുക്കെ, മനോഹരമായ വിധത്തിൽ പതുക്കെ എന്നുള്ള അർത്ഥമാണ് അവിടെ. മഞ്ജു കരേണ താം ഗൃഹൻ, അവളെ വളരെ മഞ്ജുവായിട്ട്, മൃദുവായിട്ടൊന്ന് കരം കൊണ്ട് ഗ്രഹിച്ചിട്ട്, കൈകൊണ്ട് അവളെയൊക്കെ ഒന്ന് തൊട്ടു എന്നാണ്, തൊട്ടൊഴിഞ്ഞു. കരേണ മഞ്ജു ഗൃഹൻ താം ജഗത് സുന്ദരീം ഉദനയത്, താം, അവളെ ജഗത് സുന്ദരീം, ലോകത്തിലേക്ക് വെച്ച സുന്ദരിയാക്കി തീർത്തു എന്നാണ്. ജഗത് സുന്ദരിയാക്കി തീർത്തു അവളെ കരം കൊണ്ട്, തൻ്റെ കരം കൊണ്ട് അവളുടെ ശരീരത്തിൽ മഞ്ജുവായിട്ട് വളരെ മന്ദമായിട്ടൊന്ന് സ്പർശിച്ചുകൊണ്ട് അവളെ ജഗത് സുന്ദരിയായി തീർത്തു, ലോകത്തിലേക്കും സുന്ദരിയാക്കി തീർത്തു എന്നാണ് പറയണത്. അതായത് ഭഗവാൻ അവളുടെ ശരീരത്തെ ഒന്ന് സ്പർശിച്ചു, അവളുടെ ശരീരത്തിലെ ആ വളവ് ഒക്കെ നീക്കാനായിട്ട് ഒന്ന് സ്പർശിച്ച് ഒഴിഞ്ഞപ്പോൾ അവൾക്ക് ആ വക്രത ഒക്കെ മാറിയിട്ട് അവൾ സുന്ദരിയായിട്ട് തീർന്നു എന്നാണ്. കഴുത്തിലോ ത്രിവക്ര എന്ന് പറയുമ്പോൾ 3 ഭാഗത്ത് കൂനുണ്ടായിരുന്നു എന്നാണ് പറയണത്. കഴുത്തിലും പുറത്തും അതുമാതിരി അരയിലും ഒക്കെ കൂനുള്ളതായിരുന്നു എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ആ കൂനോടുകൂടി നടന്നിരുന്നതായിട്ടുള്ള ആ സ്ത്രീ ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ആ കൂനില്ലാണ്ടായി എന്നാണ്. കൂനില്ലാണ്ടായി എന്ന് പറഞ്ഞപ്പോൾ സ്വതേ തന്നെ മുഖത്തിന് നല്ല സൗന്ദര്യമുണ്ട്. അപ്പോൾ ഇത് ആ മുഖത്തിനുള്ളതായിട്ടുള്ള സൗന്ദര്യം ഒക്കെ ഈ ശരീരത്തിൻ്റെ സൗന്ദര്യം കൂടി ആയപ്പോൾ ത്രിവക്ര ജഗത് സുന്ദരിയായി തീർന്നു എന്നാണ് പറയണത്. ഗൃഹൻ മഞ്ജുകരേണ താം ഉദനയത് ഉയർത്തി ആക്കി തീർത്തു എന്നൊക്കെയാണ്. അതായത് അവളെ ആ കൂന ഇങ്ങോട്ട് നിവർത്തി എന്നുള്ളതാണ് പറയണത്. ഉയർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ കൂന നിവർത്തുക എന്നുള്ള അർത്ഥമാണ്. ആ കൂന നിവർത്തിയിട്ട് ജഗത് സുന്ദരിയാക്കി തീർത്തു എന്ന്. കുബ്ജാം പിന്നീട് അബ്ജവിലോചനാം കുബ്ജാം, അബ്ജവിലോചനയായിട്ടുള്ള ഒരു കൂനിയെ, താമര പോലെയുള്ളതായിട്ടുള്ള, അമരതിൽ പോലെയുള്ള
മനോഹരമായ കണ്ണുകളോടുകൂടിയ ഒരു കുബ്ജയെ പതി ദൃഷ്ടുവ വഴിയിൽ വച്ച് കണ്ടിട്ട് തയാ അംഗരാഗേദത്തെ തയാ അവളാൽ അംഗരാഗേദത്തെ അംഗരാഗം നൽകപ്പെട്ടപ്പോൾ അവൾ കുറിക്കൂട്ട് നൽകിയപ്പോൾ അവളാൽ കുറിക്കൂട്ട് നൽകപ്പെട്ടപ്പോൾ അവൾ കുറിക്കൂട്ട് നൽകിയപ്പോൾ സാധുവില അംഗരാഗമദാഹ തസ്യാ മഹാന്തം ഹൃദി തസ്യാഹ ഹൃദി അവരുടെ ഹൃദയത്തിൽ മഹാന്തം രാഗം അതദാഹ അതിയായിട്ടുള്ള അനുരാഗത്തെ ഉണ്ടാക്കി തീർത്തു. അതായത് ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുറിക്കൂട്ടും കൂടിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭഗവാനോട് നല്ല അനുരാഗം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഭഗവാൻ അതായത് തനിക്ക് ഉണ്ടായിട്ടുള്ള അംഗരാഗത്തിന് കുറിക്കൂട്ടിന് പകരമായിട്ട് അവിടെ ആ രാഗത്തെ അവൾക്ക് നൽകി എന്നാണ്, അനുരാഗത്തെ അവൾക്ക് നൽകി എന്നാണ് പറയണത്. ആ പകരത്തിന് പകരം കൊടുത്തു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അവിടെ അംഗരാഗം എന്നുള്ള രണ്ട് ദിക്കിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അംഗരാഗം കുറിക്കൂട്ട് എന്നുള്ള അർത്ഥത്തിൽ, മറ്റത് അംഗരാഗം, അംഗ എന്ന് സംബോധന, രാഗം അനുരാഗം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആ ശബ്ദങ്ങൾ ആവർത്തിച്ചു വരുന്നു അർത്ഥവ്യത്യാസത്തോടു കൂടിയിട്ട്. അതിനെയാണ് യമകം എന്ന് പറയണത്. ദത്തേ സാധുകില അംഗരാഗമദാഹ തസ്യാഹ ഹൃദി അവളുടെ ഹൃദയത്തിൽ മഹാന്തം രാഗം അതദാഹ വലിയതായ രാഗത്തെ ഉണ്ടാക്കി കൊടുത്തു, നൽകി എന്നാണ്. ഇനി അത് മാത്രമല്ല ആ ചിത്തസ്ഥമായിട്ടുള്ള ആ ഋജുതയെ അവളുടെ ആ മനസ്സിലുള്ളതായിട്ടുള്ള ഋജുത, ആ നേരെ വാ എന്നുള്ളതായിട്ടുള്ള ഭാവം, ആ വളവില്ലായ മനസ്സിൻ്റെ വക്രതയില്ലായ, അതായത് ഋജുത്വം, മനസ്സിൻ്റെ ഋജുത്വം ഗാത്രേ അഭി ഗാത്രത്തിലും ശരീരത്തിലും ആ ഋജുത വേണം എന്ന് കണക്കാക്കിയിട്ട്, മറ്റത് കൂനിയും കൊണ്ടാണല്ലോ അവിടെ ഇവിടെയൊക്കെ വളവുണ്ട്, അപ്പോൾ അതില്ലാതെ ഉണ്ടാക്കിയിട്ട് ഋജുതാം ഗാത്രേ അഭിപ്രസയിതും ഗാത്രത്തിലും ശരീരത്തിലും ആ മനസ്സിലുള്ളതായിട്ടുള്ള ആ ഋജുത ഗാത്രത്തിലും വേണം എന്ന് കരുതിയിട്ട്, ശരീരത്തിലും വേണം എന്ന് കരുതിയിട്ട് അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, പ്രസിദ്ധമാക്കാൻ വേണ്ടിയിട്ട് തസ്യാഹ ഗാത്രേ അഭി അവളുടെ ശരീരത്തിലും ആ ഋജുതയെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി പ്രസയിതും കരേണ കരം കൊണ്ട്, തൻ്റെ കരം കൊണ്ട് മഞ്ജു താം ഉദനയത് മഞ്ജുവായിട്ട് മഞ്ജു താം കരേണ സ്പൃശൻ കരം കൊണ്ട് അവളെ ഗൃഹൻ പിടിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട്, കരം കൊണ്ട് അവളെ ഗ്രഹിച്ചിട്ട്, ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സ്പർശിക്കുക ഒഴിയുക എന്നൊക്കെ അർത്ഥം എടുക്കാം. അങ്ങനെ ഗൃഹൻ ഗ്രഹിക്കുക പിടിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ അവിടെ, പക്ഷേ അത് ഈ അർത്ഥത്തിലൊക്കെ എടുക്കാം. അങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് ഗൃഹൻ പിടിച്ചുകൊണ്ട് താം ജഗത് സുന്ദരിയും ഉദനയത് അവളെ ജഗത് സുന്ദരിയായി ലോകസുന്ദരിയായി ഉയർത്തി, അതായത് നേരെ നിവർത്തി നിർത്തി എന്നുള്ളതാണ്. ഉദനയത് നിവർത്തി നിർത്തി എന്ന് ആ ശ്ലോകത്തിൻ്റെതായ കുബ്ജയുടെ കുബ്ജത ഇല്ലാണ്ടാക്കി എന്നാണ്. അനുരാഗം ഉണ്ടാക്കുകയും ചെയ്തു, ആ കുബ്ജത ഇല്ലാതാക്കുകയും ചെയ്തു എന്നാണ്. കൂനലൊക്കെ മാറ്റി അവളെ ഒരു ജഗത്സുന്ദരിയാക്കി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. കുബ്ജാമബ്ജവിലോചനം പഥി പുനർദൃഷ്ട്വ അംഗരാഗേ തയാ ദത്തേ സാധുകി അംഗരാഗമദാസ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്ഥാമൃജുതാമഥ പ്രഥയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹൻ മഞ്ജുകരേണ താമുദനയസ്താവത് ജഗത്സുന്ദരീം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പദ്മാക്ഷി ഒരു കൂനി വന്നു വഴിയിൽ നൽകി കുറിക്കൂട്ടവൾ അങ്ങും നൽകിയവൾക്കു ദിവ്യമനുരാഗത്തെ അകക്കാമ്പിലായി ഉള്ളിൽ കള്ളമതില്ലയൊട്ടും അവളെ വക്രാകൃതി മാറ്റുവാൻ മെല്ലെ കയ്യു പിടിച്ചു പൊക്കിയുടനെയാക്കി ജഗന്മോഹിനി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.